അപ്പം കണ്ടോ, ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, ഇതെന്ത് സ്വാദിഷ്ടമായി കഴിക്കാനെന്നറിയാവോ? കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദിഷ്ടമാണ്. അങ്ങനെ എണ്ണയിൽ കിടന്ന് മുരുമുരാ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഭയങ്കര മഴക്കാറ് ഉണ്ട്. ഇച്ചിരി കൂടെ കഴിയുമ്പോൾ മഴ പെയ്യും. ഭയങ്കര മഴക്കോളൊക്കെ ഉണ്ട്. അന്തരീക്ഷം ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി കിടക്കുകയാണ്. എന്നാൽ ചൂടിന് ഒരു കുറവും തന്നെ ഇല്ല. ചൂട് ഭയങ്കരമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പോയി കൂട്ടുകാരെല്ലാം ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കപ്പ വേവിച്ചിട്ട് ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കപ്പ വേവിച്ച് മഞ്ഞളും ഉപ്പും എല്ലാം കൂടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്, പുഴുങ്ങി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കപ്പ മിക്സിക്കകത്തിട്ട് ഞാൻ അരച്ച് വെച്ചേക്കുകയാണിത് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവത്തിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയുണ്ട്, ഇഞ്ചി ഇടാം നമുക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. മാവ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടൊന്ന് കാണിക്കാം. കാരണം വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇത് പരത്തി വെച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ മുട്ട നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതെല്ലാം ഈ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയ്ക്കകത്ത് ഇത് പുരട്ടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത്, വടമാതിരി. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാനായിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് മുക്കി ഒന്ന് ഇട്ടിട്ട് മുട്ടയ്ക്കകത്തേക്ക് മുക്കി നമുക്കിടാം. ഇത് മുട്ടയ്ക്കകത്തേക്ക് നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ മുക്കി വെത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ എണ്ണയിലേക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് രണ്ട് സൈഡും നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് കോരി രണ്ടാമത്തെ ട്രിപ്പ് എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതാണ് കണ്ടോ. ഇത് ഞാൻ കപ്പ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ പറമ്പുകളിലും അല്ലെങ്കിൽ പറമ്പുകളിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ റോഡിൽ കൂടെ എപ്പോഴും ഇങ്ങനെ കപ്പ കൊണ്ടുപോകും. അല്ലെ മാർക്കറ്റുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങും, കപ്പ വേവിക്കും, കപ്പ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ കപ്പ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.